എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ചരിത്രം യുഗങ്ങളോളം ഓർത്തിരിക്കുന്ന ഒരു അവിശ്വസനീയ സംഭവത്തിനാണ് ഇന്നലെ ചെപ്പോക്ക് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. ചെന്നൈ സൂപ്പർ കിങ്സ് ഉയർത്തിയ 209 റൺസ് എന്ന പടുകൂറ്റൻ ഹിമാലയൻ ലക്ഷ്യത്തെ നിഷ്പ്രഭമാക്കി പഞ്ചാബ് കിങ്സ് അസാധ്യമായൊരു വിജയം സ്വന്തമാക്കുക മാത്രമല്ല, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയം കവർന്ന ചില അപൂർവ ദൃശ്യങ്ങൾ മൈതാനത്ത് അരങ്ങേറുകയും ചെയ്തു. ഈ ആവേശ പോരാട്ടത്തിലെ യഥാർത്ഥ നായകൻ പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരായിരുന്നു. തന്റെ നായക മികവ് കൊണ്ട് അദ്ദേഹം പഞ്ചാബിനെ വിജയതീരമണിയിച്ചു. എന്നാൽ യഥാർത്ഥ അത്ഭുതങ്ങൾ സംഭവിച്ചത് മത്സരം അവസാനിച്ചതിന് ശേഷമാണ്. വിജയം ഉറപ്പിച്ച നിമിഷം തന്നെ തന്റെ പദവിയും ആഘോഷങ്ങളും എല്ലാം മാറ്റിവെച്ച് ശ്രേയസ് അയ്യർ നേരെ ചെന്നൈയുടെ ഇതിഹാസ താരം MS ധോണിയുടെ അടുത്തേക്ക് ഓടിയെത്തി അദ്ദേഹത്തിന്റെ കാൽ തൊട്ട് വന്ദിക്കുകയും അനുഗ്രഹം വാങ്ങുകയും ചെയ്തു. അതുമാത്രമല്ല, വിജയത്തിന്റെ ആവേശത്തിൽ മതിമറന്ന പഞ്ചാബ് ടീം ഉടമ പ്രീതി സിന്ധ മൈതാനത്തേക്ക് ഓടിയെത്തി ശ്രേയസിനെ കെട്ടിപ്പിടിച്ച് വികാരാധീനയായി. ഇന്നലത്തെ മത്സരത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ ശ്രേയസ് അയ്യർ സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നു. ലോകോത്തരമായ ചെന്നൈ ബോളിംഗ് നിരയെ വിയർപ്പിക്കുന്ന തരത്തിൽ വെറും 29 പന്തുകളിൽ നിന്ന് 50 റൺസ് നേടിയ അദ്ദേഹം ഒരു ക്ലാസിക് ക്യാപ്റ്റൻസ് ഇന്നിംഗ്സ് കാഴ്ചവെച്ചു. അയ്യരുടെ ഈ ഇന്നിംഗ്സിൽ ബാറ്റിംഗ് സൗന്ദര്യവും അസാമാന്യം കരുത്തും ഒരുപോലെ പ്രകടമായിരുന്നു. തന്റെ ഇന്നിംഗ്സിനിടെ അദ്ദേഹം പറത്തിയ 4 മനോഹരമായ ബൗണ്ടറികളും 3 കൂറ്റൻ സിക്സറുകളും ചെപ്പോക്കിലെ ആരാധകരുടെ ശബ്ദത്തെ നിശബ്ദമാക്കി. ശ്രേയസിന്റെ ഈ തന്ത്രപരമായ ഇന്നിംഗ്സും യുവതാരം കൂപ്പർ കൊണോലിയുമൊത്തുള്ള ആ സ്ഫോടനാത്മക കൂട്ടുകെട്ടും പഞ്ചാബ് കിങ്സിന് അസാധ്യമായത് സാധ്യമാക്കിക്കൊടുത്തു. വെറും 18.4 ഓവറിൽ ഈ പടുകൂറ്റൻ ലക്ഷ്യം മറികടന്ന പഞ്ചാബ് ചെപ്പോക്കിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ റൺ ചേസിനാണ് ഇന്ന് ജന്മം നൽകിയത്. വിജയ റൺ നേടി പഞ്ചാബ് ചെന്നൈയുടെ ഈ അഭേദ്യമായ കോട്ട കീഴടക്കിയ നിമിഷം സ്റ്റേഡിയം ഒന്നാകെ ഒരു നിമിഷം സ്തംഭിച്ചുപോയി. മഞ്ഞ കുപ്പായമണിഞ്ഞ ആയിരക്കണക്കിന് ആരാധകർ നിശബ്ദരായി. എന്നാൽ മൈതാനത്ത് പിന്നീട് സംഭവിച്ചത് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. തങ്ങളുടെ ഈ ചരിത്ര വിജയം ആഘോഷമാക്കുന്നതിനു പകരം കായിക സ്പിരിറ്റിന്റെയും ഭാരതീയ സംസ്കാരത്തിന്റെയും ഒരു പുതിയ മാതൃക ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്ന ഒന്നാണ് ശ്രേയസ് അയ്യർ ചെയ്തത്. മത്സരം അവസാനിച്ചയുടനെ ക്രിക്കറ്റിലെ ഭീഷ്മാചാര്യൻ എന്ന് വിളിക്കപ്പെടുന്ന MS ധോണിയിരിക്കുന്ന ചെന്നൈയുടെ ഡഗൌട്ടിലേക്ക് അയ്യർ നടന്നുപോയി. ക്യാമറകളെയും ലോകത്തെയും വകവയ്ക്കാതെ ശ്രേയസ് ധോണിയുടെ മുന്നിലെത്തി അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ തൊട്ട് വളരെ വിനയത്തോടെ അനുഗ്രഹം വാങ്ങി. ചെപ്പോക്കിൽ സന്നിഹിതരായ ഓരോ കാണിയുടെയും കണ്ണുകൾ ഈറനണിയിക്കുന്നതായിരുന്നു ആ വൈകാരിക ദൃശ്യം. ജയപരാജയങ്ങൾക്കതീതമായി ഒരു ശിഷ്യന് തന്റെ ഗുരുവിനോടുള്ള അങ്ങേയറ്റത്തെ ആദരവായിരുന്നു അത്. ഒരു വലിയ ജ്യേഷ്ഠനെപ്പോലെയും വഴികാട്ടിയെപ്പോലെയും പുഞ്ചിരിച്ചുകൊണ്ട് മഹിഭായ് അയ്യരുടെ പുറത്തു തട്ടി അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുകയും ഈ അവിസ്മരണീയ വിജയത്തിന് ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയും ചെയ്തു. കളിയിൽ റെക്കോർഡുകൾ ജനിക്കുകയും തകരുകയും ചെയ്യുമെങ്കിലും നാം സമ്പാദിക്കുന്ന ബഹുമതിയാണ് യഥാർത്ഥ പൈതൃകം എന്ന് ഈ നിമിഷം തെളിയിച്ചു. ശ്രേയസ് അയ്യരുടെ ഈ മഹത്തായ പ്രവൃത്തിക്ക് തൊട്ടുപിന്നാലെ ചെപ്പോക്കിലെ മുഴുവൻ അന്തരീക്ഷത്തെയും മാറ്റിമറിച്ച മറ്റൊരു വികാരഭരിതമായ ദൃശ്യവും മൈതാനത്ത് അരങ്ങേറുകയുണ്ടായി. അമ്പയർ മത്സരം അവസാനിച്ചു എന്ന് സൂചിപ്പിച്ചയുടനെ തന്നെ പഞ്ചാബ് കിങ്സ് ഉടമയും ബോളിവുഡിന്റെ ഡിംപിൾ ഗേളുമായ പ്രീതി സിന്ധ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിക്കൊണ്ട് മൈതാനത്തിന്റെ നടുവിലേക്ക് ഓടിയെത്തി. കഴിഞ്ഞ കുറേ സീസണുകളിലെ കടുത്ത പോരാട്ടങ്ങൾക്കും നിരാശകൾക്കുമൊക്കെ ശേഷം ചെപ്പോക്കിൽ നേടിയ ഈ ചരിത്ര വിജയത്തിന്റെ സന്തോഷാശ്രുക്കളും ആ തിളക്കവും അവരുടെ കണ്ണുകളിൽ വ്യക്തമായിരുന്നു. മറ്റൊന്നും ചിന്തിക്കാതെ തങ്ങളുടെ ഈ അവിശ്വസനീയ വിജയത്തിന്റെ സൂത്രധാരനായ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരെ കണ്ടയുടനെ അവർ അദ്ദേഹത്തെ വികാരഭരിതമായി കെട്ടിപ്പിടിച്ചു. ഇൻസ്റ്റഗ്രാം, എക്സ്, ഫേസ്ബുക്ക് തുടങ്ങിയ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നിമിഷനേരം കൊണ്ട് തീ പടർന്നുപോയ ഹൃദയം കവർന്നതും അപൂർവവുമായ ഒരു നിമിഷമായിരുന്നു അത്. വളരെ നേരം വികാരാധീനയായിരുന്ന പ്രീതി സിന്ധ ശ്രേയസിന്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ സീസണിലെ യഥാർത്ഥ ചാമ്പ്യൻ എന്നും കിങ് ഓഫ് ചെപ്പോക്ക് എന്നും വിളിക്കുന്നത് ക്യാമറകൾ ഒപ്പിയെടുത്തു. ചെന്നൈയെ അവരുടെ തട്ടകത്ത് വെച്ച് പരാജയപ്പെടുത്തുക എന്നത് പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു മത്സര വിജയം മാത്രമല്ല, മറിച്ച് വളരെ വലിയ അഭിമാന നേട്ടമാണെന്ന് പ്രീതിയുടെ ഈ അതിയായ സന്തോഷം വിളിച്ചു പറഞ്ഞു. എന്നാൽ വികാരങ്ങളുടെ യഥാർത്ഥ വേലിയേറ്റമുണ്ടായത് പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ ചടങ്ങിലായിരുന്നു. തന്റെ തകർപ്പൻ ക്യാപ്റ്റൻസ് ഇന്നിംഗ്സിന് മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം ശ്രേയസ് നടത്തിയ പ്രസ്താവന MS ധോണിയോടുള്ള അദ്ദേഹത്തിന്റെയും മുഴുവൻ ക്രിക്കറ്റ് ലോകത്തിന്റെയും ബഹുമാനം പല മടങ്ങ് വർദ്ധിപ്പിച്ചു. തിളങ്ങുന്ന ട്രോഫി കയ്യിലേന്തിയ ശേഷം ഇടറുന്ന ശബ്ദത്തോടെ ശ്രേയസ് മൈക്കിലൂടെ പരസ്യമായി ഇങ്ങനെ സമ്മതിച്ചു: ഇന്ന് ചെപ്പോക്കിലെ ഈ മൈതാനത്ത് നേടിയ ഈ വിജയം എനിക്ക് പോയിന്റ് ടേബിളിലെ വെറും 2 പോയിന്റുകൾ മാത്രമല്ല, മറിച്ച് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് പാഠമാണ്. നിങ്ങൾ വിശ്വസിക്കില്ല, എന്നാൽ മത്സരം ആരംഭിക്കുന്നതിന് തൊട്ടുമുൻപ് ഞങ്ങൾ വാമപ്പ് ചെയ്യുമ്പോൾ ഞാൻ മഹിഭായിയുടെ അടുത്ത് ചെന്ന് 5 മിനിറ്റ് സംസാരിക്കാൻ അനുവദിക്കണം എന്ന് അഭ്യർത്ഥിച്ചു. ഇത്ര വലിയ സ്കോർ പിന്തുടരുമ്പോൾ സമ്മർദ്ദത്തിൽ മനസ്സ് എങ്ങനെ ശാന്തമായി നിലനിർത്താമെന്ന് ഞാൻ വളരെ നിഷ്കളങ്കമായി അദ്ദേഹത്തോട് ചോദിച്ചു. എന്റെ കണ്ണുകളിലേക്ക് നോക്കി അദ്ദേഹം ഒരു മാന്ത്രിക മന്ത്രം മാത്രമാണ് എനിക്ക് നൽകിയത്: ശ്രേയസ്, സ്കോർ ബോർഡിലെ വലിയ സംഖ്യയിലേക്ക് ഒരിക്കലും നോക്കരുത്. അടുത്തതായി വരുന്ന പന്തിൽ മാത്രം ശ്രദ്ധിക്കുക.
തോൽവി സമ്മതിക്കാതെ അവസാന ഓവർ വരെ നീ ക്രീസിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എന്നെ വിശ്വസിക്കൂ, ഈ മത്സരം നിങ്ങളുടേതായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഗ്രൗണ്ടിന്റെ മധ്യത്തിൽ ലക്ഷ്യം വളരെ അകലെയാണെന്ന് തോന്നി ഞാൻ പൊരുതുമ്പോൾ മഹിഭായിയുടെ ആ വാക്കുകൾ മാത്രമാണ് എന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് വിജയരേഖ കടന്നയുടനെ അദ്ദേഹത്തിന്റെ അടുത്തുപോയി കാൽ തൊട്ട് വന്ദിച്ച് ആ വിലപ്പെട്ട ഉപദേശത്തിന് നന്ദി പറയുക എന്നതെന്റെ ആദ്യത്തെ കടമയായത്. ഈ മാൻ ഓഫ് ദ മാച്ച് അവാർഡ് യഥാർത്ഥത്തിൽ എന്റേതല്ല, മറിച്ച് എതിർ ടീമിന്റെ ക്യാപ്റ്റനായിട്ടും എന്നെപ്പോലെയൊരു യുവതാരത്തിന് യാതൊരു സ്വാർത്ഥതയുമില്ലാതെ നൽകിയ ആ മഹത്തായ മാർഗനിർദ്ദേശത്തിനുള്ളതാണ്. ശ്രേയസ് അയ്യർ അവിടെയും നിർത്തിയില്ല. തന്റെ ടീം ഉടമയായ പ്രീതി സിന്ധുയുമായ ആ വികാരഭരിതമായ നിമിഷത്തെക്കുറിച്ചും അദ്ദേഹം വെളിപ്പെടുത്തി. എന്റെ ക്യാപ്റ്റൻസിയെ എല്ലാവരും ചോദ്യം ചെയ്തപ്പോഴും പ്രീതി മാം എന്നിൽ അചഞ്ചലമായ വിശ്വാസമർപ്പിച്ചു. കഴിഞ്ഞ കുറേ മത്സരങ്ങളിൽ ഞങ്ങൾ തുടർച്ചയായി പരാജയം ഏറ്റുവാങ്ങി ബുദ്ധിമുട്ടുമ്പോൾ അവർ എന്നോട് സ്വകാര്യമായി പറഞ്ഞു, ശ്രേയസ്, നീ ഫലങ്ങളെക്കുറിച്ചോർത്ത് വിഷമിക്കരുത്, ഭയമില്ലാതെ നിന്റെ സ്വാഭാവിക ഗെയിം കളിക്കുക. ഫലം എന്തായാലും ഞാനും മുഴുവൻ ടീമും ഒരു പാറ പോലെ നിന്നോടൊപ്പം നിൽക്കും. ഇന്ന് അവരെ കെട്ടിപ്പിടിച്ചത് ആ വിശ്വാസത്തിനും ധൈര്യത്തിനും എന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയ നന്ദി പ്രകടനമായിരുന്നു. ഈ വിജയം വെറും 11 കളിക്കാരുടേതല്ല, മറിച്ച് മോശം സമയത്തും ഞങ്ങളോടൊപ്പം നിന്ന മുഴുവൻ പഞ്ചാബ് കിങ്സ് കുടുംബത്തിന്റെയും ലക്ഷക്കണക്കിന് ആരാധകരുടേതുമാണ്. ശ്രേയസ് അയ്യരുടെ ഈ വാക്കുകൾ പഞ്ചാബ് ആരാധകരുടെ മാത്രമല്ല, ചെന്നൈ ആരാധകരുടെയും ഹൃദയം കീഴടക്കി. ക്രിക്കറ്റ് മൈതാനത്ത് ബന്ധങ്ങൾക്കും ബഹുമാനത്തിനും ജയപരാജയങ്ങളെക്കാൾ വലിയ സ്ഥാനമുണ്ടെന്ന് ഇത് തെളിയിച്ചു. IPL വെറുമൊരു ടൂർണമെന്റ് മാത്രമല്ല, ഗുരുശിഷ്യ പരമ്പരയുടെ ഏറ്റവും വലിയ വേദി കൂടിയാണെന്ന് ശ്രേയസിന്റെ ഈ മഹത്തായ പെരുമാറ്റവും ധോണിയോടുള്ള അചഞ്ചലമായ ആദരവും ഇന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഒരിടത്ത് പഞ്ചാബിന്റെ വിജയം ആഘോഷിക്കപ്പെടുമ്പോൾ മറുവശത്ത് തന്റെ വിനയം കൊണ്ട് കോടിക്കണക്കിന് ചെന്നൈ ആരാധകരുടെ ഹൃദയമാണ് ശ്രേയസ് അയ്യർ കീഴടക്കിയത്. എന്തായാലും ശ്രേയസ് അയ്യർ ധോണിയുടെ കാൽ തൊട്ട് വന്ദിച്ചതിനെക്കുറിച്ചും പ്രീതി സിന്ധയുമായ ആ വികാരഭരിതമായ നിമിഷത്തെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ധോണി പോലെ മഹാനായ ഒരു ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറിനുള്ളിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ റെസ്പെക്ട് അയ്യർ എന്ന് ടൈപ്പ് ചെയ്ത് തീർച്ചയായും പങ്കുവയ്ക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.